അപ്പൊ നമ്മളെ ടേബിൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അൺബോക്സിംഗ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മുടെ മുന്നേ സെലക്ട് ചെയ്തതിനെക്കാട്ടും ചെറിയ ഡിഫറൻസ്, ലെങ്ത്തിലും അതുപോലെ വിഡ്ത്തിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഓക്കെയാണ്. ഇതും അതുമായിട്ട് നല്ല റേറ്റും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. 1000 റുപ്പീസിന്റെ ഡിഫറൻസ്, 1000 റുപ്പീസിന്റെ മേലെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇവരുടെ സ്ക്രൂ സെറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എല്ലാം നല്ല ഹെവി മെറ്റലാണ്. രണ്ടാമത്തെ പീസ് ഇതിന്റെ ടേബിളിന്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഇതാണ്. ടേബിളിന്റെ കാലുകൾ 4 കാല്, നല്ല ഹെവി വെയിറ്റ് എന്ന് പറയുന്ന പോലെ കേട്ടോ സാധനങ്ങളൊക്കെ. ഐക്യ പ്രോഡക്റ്റ് അല്ലേ, ഒരു ക്വാളിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ കാല്, ഇതാണ് നമ്മളെ ടേബിളിൻ്റെ യൂസർ മാനുവൽ. എങ്ങനെ സെറ്റ് ചെയ്യണമെന്നെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ നല്ല വലിയ പേപ്പറാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നവരെ പിടിക്കണം. ഇമേജ് ഇവരിവിടെ നമ്പർ വൈസ് കൊടുത്തിട്ടുണ്ട്. 2, 3, 4, 5 എന്നും പറഞ്ഞിട്ട് ഓരോ സ്റ്റേജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ നേരെ പിടിച്ച കംപ്ലീറ്റ് ഒരു ഫിറ്റിംഗ് ലോഗാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെറ്റിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാനുള്ള സ്പാനർ അടക്കം അവർ തരുന്നുണ്ട്. നൈസ്, നല്ലതാണ്. കാരണം എല്ലാവരുടെ കയ്യിൽ സ്പാനർ ഉണ്ടാവുന്നില്ലല്ലോ, അതടക്കം തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഫിറ്റ് ചെയ്യുന്ന ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ബോർഡും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഐക്കയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഓരോ സാധനങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആണ്. ഇതൊരു ഐറ്റം, ഈ 4 കാല ഒരു ഐറ്റം. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് നമ്മളെ ടേബിളിന്റെ ടോപ്പൊക്കെ ഉണ്ട് വാങ്ങാൻ പറ്റും. ഓൺലൈനിൽ കാണിച്ചു ഓരോ ഈ ടേബിളിന്റെ ടോപ്പൊക്കെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാത്രം നമുക്ക് വാങ്ങാം. നമ്മളാ വൈറ്റ് ടേബിളിന്റെ ഈ കാലും ഈ സംഭവം അവൈലബിൾ ആണ്. പക്ഷെ ആ മേലെയുള്ള കൗണ്ടർ ടോപ്പാ ഇല്ലാത്ത. അത്യാവശ്യം ഉണ്ടല്ലേ റിമോ, ഉണ്ടല്ലേ? ഓ നോക്കിട്ടെ. നമ്മുടെ ടേബിൾ, ഇതിലും പേപ്പേഴ്സ്. ഇതാണ് മക്കളെ സാധനം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഞാൻ മാറ്റി വെക്കട്ടെ. നമ്മളെ സൈഡൊക്കെ സെറ്റ്, കാലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ഫൈനൽ എടുത്തിട്ട് മേലെ വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിച്ചൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫോട്ടോസിൽ കാണിക്കുന്നത് ഞാൻ ആദ്യം വെച്ച് കാല് സെറ്റ് ചെയ്യുന്നതാണ്. നോക്കുമ്പോൾ അങ്ങനെയല്ല, ഈ ബോർഡ് വെച്ചിട്ട് ഇതിൽ നിന്ന് മുകളിലേക്കാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഫോട്ടോസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ തിരിച്ചു. എന്നിട്ട് ടേബിൾ തിരിച്ചു. നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആദ്യത്തെ പീസ് വെച്ചു. ഒക്കെ നോക്കാറുണ്ട്. ഈ ഐക്യൻ്റെ ഒരു നല്ലൊരു ഗുണമായിട്ട് തോന്നിയത്, നമുക്ക് ഇപ്പം നമ്മളൊക്കെ ബാംഗ്ലൂർ ഇപ്പം ആയതുകൊണ്ട് റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ
പെട്ടെന്ന് അയക്ക എടുത്തിട്ട് പോവാം. ട്രാൻസ്ഫർ ഇതുപോലെ ഇവർ അലങ്കിയൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കോർണറിൽ വരുന്ന പീസാണ്. നമ്മൾ ഈ കോർണറിൽ വരുന്ന പീസാണ്. 4 കോർണറിൽ ഈ ടേബിളിൽ കണക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് 4 പീസ്. ആ വീഡിയോയിലുണ്ട്, നോക്കട്ടെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. വീഡിയോ അല്ല, ഫോട്ടോ അല്ലേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഡോക്യുമെന്റിലുണ്ട്, അപ്പം നോക്കട്ടെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പീസ് അപ്പം ഇപ്പം അതൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഫിറ്റ് ചെയ്ത് തെറ്റായിട്ടാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതായത് ഈ സാധനം റിവേഴ്സിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. കാരണം ഞാൻ കാണിച്ചാൽ ഇങ്ങോട്ട് വാ, ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ചെറിയ ഹോളിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്ത് വരുന്നത് ഇങ്ങനെ. അപ്പം അത് കണക്ട് ചെയ്യണമെങ്കിൽ നേരെ ഇപ്പുറത്തെ സൈഡിൽ വരണം. ഓക്കെ, നമ്മൾ വീണ്ടും കഴിക്കുകയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഹോള്, അതാണ് നമ്മൾ റിവേഴ്സിൽ ഫിറ്റ് ചെയ്ത് പോയത്. ഇത് അകത്ത് വരണം, എന്നാലും നമുക്ക് ഈ ക്ലാമ്പ് ഇതിലിങ്ങനെ ലോക്കായിട്ട് നിൽക്കും. ഓക്കെ, രണ്ടാമതും റീഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ടൈറ്റ് ചെയ്യണം. അത് ഫൈനലി ഒന്നെല്ലാം സ്ക്രൂ ഒരുമിച്ച് ടൈറ്റ് ചെയ്യാം. ഒരു റഫ് ഫിഗർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയിട്ട് വീണ്ടും നമ്മളിപ്പോൾ അയച്ചതുപോലെ വീണ്ടും അയക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുത്ത പീസ് വെക്കുന്നതാണ്. ഇത് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ അകത്താക്കിയിട്ട് വേണം നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട്. സ്ക്രൂ, നെക്സ്റ്റ് സ്ക്രൂ. അവിടെ 3 സ്ക്രൂവാ. ഈ സൈഡിൽ 3 എണ്ണം ഉണ്ട്. ലെങ്തിയർ ആയിട്ടുള്ള പീസ് അല്ലേ. ഇനി എല്ലാ സൈഡിലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനലി ഇതിന്റെ ലെഗ്സ് വെക്കുന്നതിന് മുന്നേ കാണിച്ചു തരാം. ഓക്കെ, വെക്കണ്ട. അങ്ങനെ നമ്മൾ ടേബിളിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ കാണുന്ന ഒരു ഫൈനൽ ലുക്ക്, നമ്മൾ ടേബിളും അതിന്റെ കൂടെ ആ ചെയറും വെച്ചിട്ടുള്ള ലുക്ക്, ഒരു മിനിമം ബഡ്ജറ്റിൽ നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ താല്പര്യമുള്ളവർ ഐക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് പർച്ചേസ് ചെയ്തു.